ആകാശതാരങ്ങളെ ഭൂമി ചരാചരമേ ആരാധിച്ചിടാം ഘോഷിച്ചിടാം ഹല്ലേലൂയ ഗീതികളാൽ. ആകാശതാരങ്ങളെ ഭൂമി ചരാചരമേ ആരാധിച്ചിടാം ഘോഷിച്ചിടാം ഹല്ലേലൂയ ഗീതികളാൽ. ആരാധിച്ചിടാം ഘോഷിച്ചിടാം ഹല്ലേലൂയ ഗീതികളാൽ. ാദാമെപ്പോൽ മാംസത്തിൻ മാംസം ഹൗവായെപ്പോൽ കുടുംബത്തിന്റെയും ക്ഷണം സ്വീകരിച്ച ഇവിടെ ഷൈനിയുടെയും അജിത്തിന്റെയും വിവാഹ വാഗ്ദാന ചടങ്ങിലേക്കായി ഇവിടെ എത്തിയിരിക്കുകയാണല്ലോ. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സ്വീറ്റുകൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മുട്ടത്താഴത്ത് ഷാജിയും വിൻസിയും ഇവരുടെ മകളായിരിക്കുന്ന ഷൈനിയുടെ വിവാഹ വാഗ്ദാന ചടങ്ങാണ് ഇന്ന് നടന്നത്. വരൻ അജിത്ത്, വരൻ്റെ വീട് ആസനിലാണ്. അതുപോലെ തന്നെ അവർ മുൻപ് ഉണ്ടായിരുന്നത് എണ്ണാർപുരത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവാഹം ഒരു കൂദാശയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, ആയതിനാൽ അവന് തക്കതായ ഇണയെ ഞാൻ നൽകുന്നു. ഇപ്പോൾ അജിത്തിന് തക്കതായ ഒരു ഇണയാണ് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിൽ സംശയമില്ല. കാരണം ഈ ഷൈനി എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ സെൻട്രൽ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. വളരെ സൽസ്വഭാവിയായ, എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് അജിത്തിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയണം ഈ കുട്ടിയെ വധുവായി കിട്ടിയത്, അതിൽ സംശയമില്ല. ഇപ്പോൾ നമുക്കെല്ലാവർക്കും നമുക്ക് ഇന്നത്തെ താരങ്ങളായിരിക്കുന്ന അജിത്തിനെയും ഷൈനിയെയും നമ്മൾക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. നിങ്ങളെല്ലാവരും എണിച്ചു നിന്ന ഒരു കയ്യടിയോടുകൂടി ഷൈനിയെയും അജിത്തിനെയും നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നീയും കൂടാമോ ഹേരാലോലം തുമ്പിപ്പെണ്ണാടേ ഈ മുല്ലക്കൊണ്ടേലാടാനായി നീയും കൂടാമോ. വചനങ്ങൾ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നമുക്കറിയാം. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പുരുഷൻ്റെ അസ്ഥി എടുത്ത് അത് സ്ത്രീയിൽ നിക്ഷേപിച്ചുകൊണ്ട് സ്ത്രീക്ക് ജീവൻ കൊടുത്തുകൊണ്ടാണ് ഈ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത്. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ ദൈവത്തിന് ഈ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന വാരിയല്ലല്ലാതെ വേറെ എല്ലുകളുണ്ടായിരുന്നു. ഈ പുരുഷൻ്റെ വാരിയല്ല് റിബെടുത്തുകൊണ്ടാണ് ഈ സ്ത്രീയെ സൃഷ്ടിച്ചത് എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുക. അതെന്തിനായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്, മനുഷ്യനിൽ സ്നേഹം, നമ്മൾ സാധാരണ പറയാറുണ്ട് സ്നേഹം നിനക്ക് ഹൃദയമുള്ളവനാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഒരു പരിധിവരെയും ഹൃദയത്തെ കവർ ചെയ്തിരിക്കുന്ന ഒരു വളഞ്ഞ അസ്ഥിയാണ് ഈ വാരിയല്ല് എന്ന് പറയുന്നത്.
ഈ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഉള്ള ഒരു അസ്ഥിയാണ്. വേറെ ഒരു ആവശ്യം ഇതിനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു സ്നേഹമാകുന്ന ആ ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ദൈവം ആദത്തിന് കൊടുത്തത്. ആ ഹൃദയത്തെ സംരക്ഷിക്കുക, ഹൃദയത്തിന് ഒരു കേടുപാടുകളും ഉണ്ടാകാത്ത രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ആയിരിക്കാം ഈ വാരിയല് തന്നെ എടുത്ത് ഈ സ്ത്രീക്ക് കൊടുക്കാൻ കാരണം. ഇതെല്ലാം കൊടുത്ത് സൃഷ്ടിച്ച ആദം പറയുകയാണ്, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് നീ എന്ന്. ഇപ്പോൾ അജിത്തിൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് ഷൈനി എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഇവർക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് വിവാഹമെന്ന കുദാശയ്ക്ക് ഒരുക്കമായുള്ള വിവാഹ വാഗ്ദാനം നൽകുന്ന ദിവസമാണ്. ഇത്രേ കാലത്തെ ഇവരുടെ വളർച്ചയിൽ ഇവരെ സഹായിച്ച ഇവരുടെ മാതാപിതാക്കളുണ്ട്, രണ്ടുപേരുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അധ്യാപകരുണ്ട്, സമൂഹമുണ്ട്. ഇവരെല്ലാം ഇവരോട് കൂടെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ അവസരത്തിൽ അജിത്തിൻ്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഷൈനിയുടെ മാതാപിതാക്കളും ദയവായി ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഷൈനിക്ക് 2 സഹോദരങ്ങളും അജിത്തിന് ഒരു സഹോദരനുമാണുള്ളതല്ലേ? അവരും കൂടെ ഈ വേദിയിലേക്ക് വന്നാൽ നല്ലതായിരുന്നു, ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി. മാതാപിതാക്കളുടെ കയ്യിലിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അജിത്തിൻ്റെ ഭാര്യയും സ്റ്റേജിലേക്ക് വരണം. നമുക്ക് ആദ്യമായിട്ട് തന്നെ ദീപം തെളിയിച്ചുകൊണ്ട്, ഏതൊരു പരിപാടികളും ആരംഭിക്കുന്നത് ദീപം തെളിയിച്ചുകൊണ്ടാണ്. ദീപം തെളിയിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശമായിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ദീപം തെളിയിക്കാൻ പോവുകയാണ്. അതിന് പ്രതീകമായിട്ടാണ് ദീപം തെളിയിക്കുന്നത്. എല്ലാവരും ഈ ദീപത്തിൻ്റെ അടുത്തേക്ക് വരിക. അജിത്തും ഷൈനിയും ആദ്യം ഈ ദീപം തെളിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടുപേരും കൂടി ഒരു തിരി തെളിയിക്കുക. ഇതുവരെയും പകുതിയായിരുന്ന ആള് ഇനി മുതൽ പൂർണ്ണരാകാൻ പോവുകയാണ്. രണ്ടുപേരും കൂടി തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രകാശം ഈ ഭൂമിയിലും അതുപോലെ തന്നെ തങ്ങളുടെ ഭവനങ്ങളിലും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള എല്ലാവരിലും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദീപം ആണ് ഇവിടെ തെളിഞ്ഞത്. അതോടൊപ്പം തന്നെ ഇവരുടെ മാതാപിതാക്കൾ, അജിത്തിൻ്റെ മാതാപിതാക്കൾ കടന്നു വരിക. വിവാഹം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ജീവിതത്തിൽ ഈ 2 കുടുംബങ്ങളും പ്രകാശം പരത്തുന്നവരാകട്ടെ എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഷാജിയും കുടുംബവും. താങ്ക് യു. ഏത് കാര്യവും പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സാഹചര്യം വന്നാൽ അതേപോലെ പറയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതായത് നമ്മൾ പറയുമല്ലോ, പണ്ട് പഠിച്ച ആളുകൾ, പഴയ ആളുകൾക്കറിയാം, രാജഭക്തർ കേൾക്കുമാർ ഉച്ചത്തിൽ വിളിച്ചോതു നീ ഉണ്ണി രാജാവ് നഗ്നനാണെന്ന സത്യം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കാണുന്ന സത്യങ്ങളെ വിളിച്ചു പറയാൻ യാതൊരു മടിയില്ലാത്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വിൻസി ഒരു കുടുംബിനിയാണ്. കുടുംബിനി എന്ന് പറയുമ്പോൾ നല്ല ഒരു കുടുംബിനി തന്നെയാണ്, മക്കളെ നന്നായിട്ട് വളർത്തുന്നു. അതുപോലെ തന്നെ 2 സഹോദരങ്ങളാണുള്ളത്. ഈ സഹോദരങ്ങളും ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു, അടുത്തയാൾ ജർമ്മൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നല്ല ഒരു കുടുംബമാണ് അവരുടേത്. അടുത്തത് അജിത്താണ്. അജിത്തിൻ്റെ പേരൻസിനെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞത്, അവർ ബേസിക്കലി അവർ കേരളത്തിലെവിടെയെങ്കിലും ആയിരുന്നായിരിക്കാം, പക്ഷേ ഇവരുടെ വീട് ഉള്ളത് എന്നാർപുരത്തായിരുന്നു എന്നാണ്. എന്നാർപുരത്ത് നിന്ന് ഇപ്പോൾ ആസനിൽ വന്നിട്ട് ആസനിൽ ഒരു ട്രസ്റ്റ് ഒക്കെ നടത്തുന്നു.
അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പൗലോസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ത്രേസ്യാമ്മ എന്നാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു സഹോദരനാണുള്ളത്. സഹോദരൻ സജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് തൊട്ട് അടുത്ത് നിൽക്കുന്നത് നിമി. ജിബി എന്നാണ്, ജിബിൻ അങ്ങനെയാണ് പറഞ്ഞത് പേര്. ജിബി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഒരു കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് ഹൗസ് വൈഫായിട്ട് തുടരുന്നു. നല്ല ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇവർക്ക് ഞാൻ ഏറെ സന്തോഷത്തോടെ ഇവർക്ക് ഞാൻ നന്ദി പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറെ മധുരമുള്ളതാണ്. എല്ലാ ഫംഗ്ഷനിലും, ബർത്ത്ഡേക്കും അങ്ങനെ എല്ലാ ഫംഗ്ഷനിലും നമ്മൾ ഒരു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ പൂർത്തിയായി. കേക്കിൽ പല ഇൻഗ്രീഡിയൻസും ചേർന്നിട്ടാണ് ഈ കേക്കിനെ ഉണ്ടാക്കുന്നത്. പല സൈസ് ഇൻഗ്രീഡിയൻസും ആ കേക്കിൽ ചേരുന്നുണ്ട്. അതായത് ആ ഇൻഗ്രീഡിയൻസിൽ അതിൽ ചേർക്കുന്ന ആ സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറി, ഏതെങ്കിലും ഒന്ന് കൂടിപ്പോയാലും അതിൻ്റെ ടേസ്റ്റ് മാറി. അപ്പോൾ ഇത് പാകത്തിന് ചേരുമ്പോഴാണ് നല്ല കേക്കാണ് എന്ന അഭിപ്രായം നമുക്ക് ഉണ്ടാകുക. ഇപ്പോൾ അവിടെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ജീവിതമാകുന്ന മധുരിക്കുന്ന ഈ ജീവിതത്തിൽ എല്ലാം ആവശ്യത്തിന് മാത്രം ചേർത്തുകൊണ്ട്, ഒന്നും അധികമാകരുത്, ഒന്നും കുറയരുത്, അങ്ങനെ ആക്കി എടുക്കുന്ന ആ കേക്കിൻ്റെ സ്വഭാവത്തോടു കൂടി ജീവിക്കുക. തങ്ങൾക്ക് ചുറ്റുപാടുമുള്ളവർക്കും മധുരം പകർന്നവരായി ജീവിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നല്ല മക്കളായി, നല്ല മരുമകളായി, നല്ല മരുമകനായി മുന്നോട്ട് ജീവിക്കുക എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി അജിത്തിനെയും ഷൈനിയെ ഞാൻ ക്ഷണിക്കുന്നു. പരസ്പരം കേക്ക് കൈമാറാവുന്നതാണ്. അജിത്ത് ഷൈനിക്കും, ഷൈനി അജിത്തിനും കേക്ക് കൊടുത്തുകൊണ്ട് ഈ മധുരിക്കുന്ന ഒരു ഓർമ്മ ജീവിതകാലം ജീവിതത്തിലുടനീളം നിലനിൽക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. കേക്കിന് മറയായി പോയാലും തോന്നല്ലേ ഫോട്ടോയ്ക്ക്? ആദ്യം കേക്ക് വരുമോ അതോ ആളെ കാട്ടുമോ? അവിടെ പുറകിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തി നോക്കുന്നുണ്ട്. ആൾക്കാരെ കാണാഞ്ഞിട്ടാണോ, കേക്ക് മാത്രം കണ്ടാണോ, ഏത് കേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. മേരി ടീച്ചർ അങ്ങനെയാണോ നോക്കിയത്? അടുത്തതായി അജിത്തിൻ്റെ മാതാപിതാക്കൾക്ക് ഷൈനി കേക്ക് കൊടുക്കുക. ഷൈനി അജിത്തിൻ്റെ മാതാപിതാക്കൾക്ക് കേക്ക് കൊടുക്കുക. അജിത്ത് ഷൈനിയുടെ മാതാപിതാക്കൾക്കും കേക്ക് കൈമാറുക. മാതാപിതാക്കൾക്ക് മാത്രം പോരാ, അപ്പോൾ അവർ ചിന്തിക്കുകയാണ് നമ്മളെ ഇതിന് വിട്ടുകളഞ്ഞെന്ന്. ഒരിക്കലും നിങ്ങളെ വിട്ടുകളയല. നിങ്ങളുടെ ജീവിതത്തിലുടനീളം കൂട്ടു നിൽക്കേണ്ട ആൾക്കാരാണ്. അവർക്കും കൊടുക്കുക. കൊച്ചാണെങ്കിൽ എനിക്കൊരു പീസ് കേക്ക് തരുന്നില്ലേ എന്ന് ഓർത്തുകൊണ്ട് തന്നെ നോക്കിയിരിക്കുന്നത്. ഇവിടെ അളിയന്മാർക്കും കേക്ക് കൊടുക്കാം കേട്ടോ. അജിത്ത് അതിന് റെഡിയാന്നാ പറയുന്നത്. സ്റ്റേജിൽ ഉള്ള ചടങ്ങുകൾ സാധാരണ ആയിരിക്കുകയാണ്. ಈ ಸಮಯത്ത് അവിടെ ಕಟ್ ചെയ്തിരിക്കുന്ന ಕೇಕ್ಗಳು ഇവിടെ വന്ന ಆಳುಗಳಿಗೆ ಸಪ್ಲೈ ചെയ്യാവുന്നതാണ്. ಸ್ವಾಗತ ಎಲ್ಲರಿಗೂ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ಇವರ ಜೀವನದಲ್ಲಿ ನೀವೆಲ್ಲರೂ ಇವರನ್ನು ಆಶೀರ್ವದಿಸಬೇಕಾಗಿ ಮುಂದಕ್ಕೂ ಇವರ ಜೊತೆಯಲ್ಲಿ ನಿಂತು ಇವರಿಗೆ ಬೇಕಾದ ಪ್ರೀತಿ, ವಿಶ್ವಾಸ, ಸ್ನೇಹ ಸಂಬಂಧಗಳೆಲ್ಲವನ್ನು ನೀಡುತ್ತಾ ಇವರನ್ನು
പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ വിനോദിന ഘടകം കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോ ഇല്ലെന്നാരോ ചൊല്ലുന്നേ മെരുക്കി താലി കുറുക്കിലാക്കി കുറുമ്പുതുക്കി തടങ്കലിൽ തളച്ചു കാണാൻ മനസ്സിലും ഒരു കൊതിയുണ്ടല്ലോ കൂട്ടം നുഴഞ്ഞു കേറാതടച്ചു കെട്ടി എനിക്ക് വന്നൊരുക്കി നൽകും ഒരു സ്വർഗം തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്തനാനേന പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന 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 തയ്യാറേ ദയ്യ തയ്യ തയ്യാറേ ദയ്യ 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 തയ്യാറേ ദയ്യാറേ ദയ്യ ദയ്യ തയ്യാറേ ദയ്യാറേ ദയ്യ ദയ്യ തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി മുല്ലമുടി ചുരുളിൽ മുകിലായി ഒന്നു മൂടിപ്പുതച്ചിരുന്നാൽ മതിയായി എന്നാളും എന്നാളും എന്റേതല്ലേ നീ എന്താണീ കണ്ണിൽ പരിഭവം മറ്റാരും കാണാ കൗതുകം തൊട്ടുരുമ്മിയിരിക്കാൻ കൊതിയായി നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി മുല്ലമുടി ചുരുളിൽ മുകിലായി ഒന്നു മൂടിപ്പുതച്ചിരുന്നാൽ മതിയായി
പൂവിനൊളി നീട്ടി നിൽക്കുമൊരു സന്ധ്യേ സന്ധ്യേ. മെല്ലെ എന്നെ വിളിച്ചുണർത്തല്ലേ വെയിൽ കിളി ഉറങ്ങട്ടെ ഞാൻ. എന്നും നിന്റെ അടുത്തിരിപ്പില്ലേ പനിനീർത്തുളി നനയട്ടെ ഞാൻ. നീയില്ലാതില്ലെന്നോർമ്മകൾ എന്നാളും എന്നാളും എന്റേതല്ലേ നീ. എന്താണീ കണ്ണിൽ പരിഭവം മറ്റാരും കാണാ കൗതുകം. തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. മുല്ലമുടി ചുരുളിൽ മുകിലായി ഒന്ന് മൂടി പുതച്ചിരുന്നാൽ മതിയായി. മിഴിപൂട്ടി നിന്നതറിയാമോ കണ്ണേ. മുന്നിൽ ഒളിച്ചിരിക്കല്ലേ കിളി കുളിരട്ടെ ഞാൻ. എന്നും നിന്റെ മിഴിക്കടുത്തില്ലേ മയിൽ പിടേ മയങ്ങട്ടെ ഞാൻ. നീയില്ലാതില്ല രാത്രികൾ എന്നാളും എന്നാളും എന്റേതല്ലേ നീ. എന്താണീ കണ്ണിൽ പരിഭവം മറ്റാരും കാണാ കൗതുകം. തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി. മുല്ലമുടി ചുരുളിൽ മുകിലായി ഒന്ന് മൂടി പുതച്ചിരുന്നാൽ മതിയായി. എന്നാളും എന്നാളും എന്റേതല്ലേ നീ. എന്താണീ കണ്ണിൽ പരിഭവം മറ്റാരും കാണാ കൗതുകം. ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്. കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്. കാന്താരി പൂവായാദ്യം തോന്നും പെണ്ണ്. അറിയാതെ അറിയാതെന്റെ സഖിയാം പെണ്ണ്. മഴവില്ലിൻ ചേലിൽ സ്നേഹം നെയ്യും തൂവൽ കൂടുണ്ടേ. അതിലെന്നും എന്നും കൂടെ കൂടാ നോമൽ പെണ്ണുണ്ട്. അവളില്ലെങ്കിൽ ഞാനല്ലേ മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. വെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിലൻ പാതിയായി ചേർന്ന പെണ്ണ്. മഞ്ഞുനീ തുള്ളിയായി എന്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും പെയ്ത പെണ്ണ്. ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്. കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്. ആവാരം പൂവിൻ അഴകാണിൻ പെണ്ണ്. അടങ്ങാ കുറുമ്പോലും കിളിയൻ പെണ്ണ്. ഞാനൊന്നുമല്ലേ തഴുകിടും നേരം ഇടനെഞ്ചിൽ ചേർന്നിടും കുറുന്നു പെണ്ണ്. മഴവില്ലിൻ ചേലിൽ സ്നേഹം നെയ്യും തൂവൽ കൂടുണ്ടേ. അതിലെന്നും എന്നും കൂടെ
വൈശാഖക്കാറ്റിൻ കുളിരാണിൻ പെണ്ണ്, മനസ്സൊന്നു തേങ്ങുമ്പോൾ തുണയും പെണ്ണ്, മൊഴിയാലെ തേനിൻ മഴയേകും കാതൽ, ഇനി 7 ജന്മവും ഇതെന്റെ പെണ്ണ്. മഴവെള്ളം ചേരൽ സ്നേഹം മേയും തൂവൽ കൂടുണ്ടേ, അതിലെന്നും എന്നും കൂടെ കൂടാൻ നോമൽ പെണ്ണുണ്ടേ. അവളില്ലെങ്കിൽ ഞാനല്ലേ മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. വെണ്ണില തിങ്കളിൽ താലിയോടെ എന്നിലൻ പാതിയായി ചേർന്ന പെണ്ണ്, മഞ്ഞുനീ തുള്ളിയായി എന്റെ ഉള്ളിൽ പിന്നെയും പിന്നെയും പെയ്ത പെണ്ണ്. വാക്കുരുവികളെ വരുകുയിലുകളെ നല്ല മധുവിധുരാവുകളെ, യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാൻ. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ, പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാടാം ശുഭരാത്രി, മനസ്സ് കൊണ്ട് നേരാം ആശംസ. ചുവടുവച്ചു പാടാം ശുഭരാത്രി, മനസ്സ് കൊണ്ട് നേരാം ആശംസ. രാഗം മംഗളരാഗം, രാഗത്തിലായിരം ഗാനം, ഗാനം സംഗമഗാനം, ഗാനത്തിനായിരം വർണ്ണം. ഏഴല്ല നിറമതിനേഴല്ല 70 100 വർണ്ണമഴ വില്ലുകൾ വിരിഞ്ഞൊരഴകാ. ചുവടുവച്ചു പാടാം ആ ഗാനം, മനസ്സ് കൊണ്ട് നേരാം ആശംസ. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ, പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. പോരാ താളങ്ങൾ പോരാ, ചേലത്ത കുഴൽ വിളി
छम छम चमक छम 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 चमक छम 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 चमक छम 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 നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ദിൽ കരുതാ മഹിയാ ജാ ദിൽ കരുതാ नहीं लगदा उड़ तेरे बिन दिल नहीं लगदा हाय छम छम चमक छम छम नीनो कादे नोकुन्न नेरम ई पूवाग पूकुन्न गंधम नहीं लगदा हुण तेरे बिन दिल नहीं लगदा हाय छम छम चमक छम छम नीनो कादे नोकुन्न नेरम ई पूवाग पूकु തിരമുത്തേ മറുമൊഴി ചൊല്ലണ മുത്തേ ഹോ നെഞ്ചിനകത്തേ മറുമഴ പെയ്യണ മുത്തേ ഒരു ചിരി ഒരു വരി അറിയുമോ
കണ്ണുകൾ മെല്ലെ മെല്ലെ മിഴികളിൽ വന്നു വന്നു തെളിയവ് ഇവന് നിലാവെ അറിയൂ നീ കാത്തിരിപ്പു ഞാൻ ഓരോ നാളും